താങ്കളുടെ ഭാഷയിലെ മിനി പാകിസ്ഥാന്റെ ഗവർണറായി ഈ അടുത്ത കാലം വരെ ഉണ്ടായിരുന്ന ഒരാൾ പറഞ്ഞതാണ്. നിങ്ങൾ നോർത്തിലെ സംസ്ഥാനങ്ങളിലേക്ക് നോക്കൂ, അവിടെ ഹിന്ദുക്കൾക്കൊരു ഭക്ഷണം, മുസ്ലിങ്ങൾക്ക് മറ്റൊരു ഭക്ഷണം, ഹിന്ദുക്കൾക്കൊരു വസ്ത്രം, മുസ്ലിങ്ങൾക്ക് മറ്റൊരു വസ്ത്രം. കേരളത്തിൽ ഇതൊന്നുമില്ല. ഇത് കേരളത്തിന് ഒരേ ഒരു ഭക്ഷണം, ഒരേ ഒരു രീതി, ഒരേ ഒരു ഭാഷ. കേരളം ഈ പറയുന്ന മതങ്ങളൊക്കെയും ചേർന്ന് സമഞ്ജസമായി ജീവിക്കുന്ന മനോഹര സ്ഥലമാണ് എന്ന് പറഞ്ഞ ആളുടെ പേര് ആരിഫ് മുഹമ്മദ് ഖാൻ എന്നാണ്. താങ്കൾ പറഞ്ഞ ആ പ്രസ്താവനയിൽ ഖേദം പ്രകടിപ്പിക്കാൻ തയ്യാറുണ്ടോ ശ്രീ എസ് ജയസൂര്യൻ? കേരളം മിനി പാകിസ്ഥാനാണ് എന്ന താങ്കളുടെ ആ പ്രസ്താവന? ഞാൻ ഖേദം പ്രകടിപ്പിക്കാൻ തയ്യാറല്ല എന്ന് മാത്രമല്ല, തെളിവ് ഹാജരാക്കാൻ തയ്യാറാണ്. അത് പ്രക്ഷേപണം ചെയ്യാനുള്ള ധൈര്യമുണ്ടോ ഈ ചാനലിന് എന്ന് ആദ്യം തന്നെ ചോദിക്കുന്നു. കേരളം, മലയാളം, മലയാളി, അതുപോലെ തന്നെ വലിയ മതേതരത്വം, സൗഹാർദ്ദം, സ്നേഹം ഇതൊക്കെ പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ കേരളമുണ്ടായപ്പോൾ മലയാളം എന്ന ഭാഷയുണ്ടായ, ആ മലയാള ഭാഷയ്ക്ക് പൂർണ്ണ രൂപം കൊടുത്ത, അതിലാദ്യത്തെ ആധ്യാത്മിക ഗ്രന്ഥമായിട്ടുള്ള ആദികാവ്യമായ രാമായണം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത തുഞ്ചത്തെഴുത്തച്ഛൻ്റെ പ്രതിമ സ്ഥാപിക്കാൻ അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിൽ കേരളത്തിൽ മലപ്പുറത്ത് അനുവാദമില്ലാത്തിടത്തോളം കാലം ഞാൻ വീണ്ടും പറയും, ഇത് പാകിസ്ഥാൻ തന്നെയാണ്. പാകിസ്ഥാൻ അല്ല എന്ന് പറയുന്നവർ താങ്കൾ പറയുന്നത് ഭരണഘടനാ വിരുദ്ധ പ്രസ്താവനയാണെന്ന ബോധ്യം താങ്കൾക്കുണ്ടോ? പ്രതിമ താങ്കൾ പറയുന്നത് ഭരണഘടനാ വിരുദ്ധ പ്രസ്താവനയാണെന്ന ബോധ്യം താങ്കൾക്കുണ്ടോ? താങ്കൾ പറയുന്നത് ഭരണഘടനാ വിരുദ്ധമായ രാജ്യദ്രോഹ പ്രസ്താവനയാണെന്ന ബോധ്യം ബി ജെ പിയുടെ സംസ്ഥാന നേതാവിനുണ്ടോ? താങ്കൾ പറയുന്നത് ബി ജെ പിയുടെ സംസ്ഥാന നിലപാടാണോ? കെ സുരേന്ദ്രൻ നിലപാടാണോ? കേരളം പാകിസ്ഥാനാണ്, അത് കെ സുരേന്ദ്രൻ നിലപാടാണോ? എനിക്ക് മറുപടി പറയാമോ? താങ്കൾ പറയുന്നത് രാജ്യദ്രോഹമാണോ ജയസൂര്യൻ? മറുപടി വേണോ? താങ്കൾ പറയുന്നത് രാജ്യദ്രോഹമാണ്. അല്ല, എനിക്ക് മറുപടി പറയാമോ? മറുപടി വേണോ? ഞാൻ ചോദിച്ചത് ഇത്രയേ ഉള്ളൂ. കേരളത്തെക്കുറിച്ച് ഇത്ര വലിയ അഭിമാനമുണ്ടെങ്കിൽ, ആ അഭിമാനം ആത്മാർത്ഥമാണെങ്കിൽ, കള്ളത്തരമല്ലെങ്കിൽ, തുഞ്ചത്തെഴുത്തച്ഛൻ്റെ പ്രതിമ സ്ഥാപിക്കാൻ കേരളത്തിൽ, അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിൽ സാധിക്കാത്തത് ഇത് പാകിസ്ഥാൻ ആയതുകൊണ്ട് തന്നെയാണ്. അല്ലെങ്കിൽ തുഞ്ചത്തെഴുത്തച്ഛൻ്റെ പ്രതിമ അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിൽ സ്ഥാപിച്ചിട്ട് പറ ഇത് പാകിസ്ഥാൻ അല്ലാന്ന്. അല്ലാത്തടത്തോളം കാലം 1000 തവണ ഞാൻ പറയും ഇത് പാകിസ്ഥാനാണ്. അതുപോലെ വേറൊരു കാര്യം കൂടെ പറഞ്ഞല്ലോ, ഇവിടെ വേറെ ഭാഷയില്ല, വേറെ വസ്ത്രമില്ല, വേറെ ഭക്ഷണമില്ല. കേരളത്തിൽ ഒരു 40 കൊല്ലം മുമ്പ് റാണെ ഒടുവിൽ തിരുത്തി. റാണെ തിരുത്തല്ല, റാണെ പറഞ്ഞോട്ടെ. അല്ല, താങ്കൾ ഇങ്ങനെ രാജ്യദ്രോഹം പറഞ്ഞുകൊണ്ടിരിക്കാവോ? ആരും അനുവദിക്കാവോ ഒരു ചാനൽ എന്നുള്ള നിലയ്ക്ക്? ജയസൂര്യൻ ഇവിടെ റാണെ പറയുകയാണ് കേരളം ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ്, പക്ഷേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് പുള്ളിക്ക് ഒരു ചളിപ്പ് തോന്നി. രാജീവ് ചന്ദ്രശേഖർ അത് കേട്ടു. രാജീവ് ചന്ദ്രശേഖർ പറയുകയാണ് ഇത് ദൈവത്തിൻ്റെ സ്വന്തം നാടാണ് എന്ന് പറയുകയാണ്. ഇനി ശ്രീ ജയസൂര്യൻ പറയുന്ന SDP PFI ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം, അതാണ് ചൂണ്ടിക്കാണിക്കുന്നതെങ്കിൽ SDP വോട്ട് വാങ്ങിച്ച MP പേര് ഞാൻ പറയട്ടെ ജയസൂര്യൻ? പറഞ്ഞോട്ടെ, പറയൂ, ധൈര്യമുണ്ടെ പറയൂ. അദ്ദേഹം തന്നെ പറയട്ടെ. വിളയോ സുരേഷ് ഗോപി MP ബൈറ്റ് വിളയോ? കോൺഗ്രസിലെ മനുഷ്യർ എനിക്ക് വോട്ട് ചെയ്തു, CPM-ലെയും CPI-ലെയും. എന്തിന്? SDPI-ലെ മനുഷ്യർ എനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ടാവും. 0 വോട്ടായിരുന്നിടത്ത് എനിക്ക് 6 വോട്ട് കിട്ടി. ആ 6 കുടുംബങ്ങളെയും ഞാൻ സംരക്ഷിക്കും. താങ്കളുടെ ഭാഷയിലെ മിനി പാകിസ്ഥാനിലെ അങ്ങയുടെ MP സുരേഷ് ഗോപി പറഞ്ഞ എനിക്ക് SDP വോട്ട് കിട്ടിയിട്ടുണ്ട്. ഉണ്ട്. SDP വോട്ട് വരെ വാങ്ങാൻ മാത്രം കഴിവുള്ള ആളാണ് സുരേഷ് ഗോപി. SDP വോട്ട് BJP മേടിക്കും. അപ്പോൾ SDP നിങ്ങൾ ഈ പറഞ്ഞ വിരോധമൊക്കെ ചുമ്മാ ഉടായിപ്പാ അല്ലേ? SDP വോട്ട് BJP വാങ്ങും അല്ലേ ജയസൂര്യൻ? അല്ല, ഞാൻ ചോദിച്ച ഒറ്റ മിനിറ്റ് ഞാൻ ചോദിച്ചിട്ട് ഇപ്പൊ SDP അത് സുരേഷ് ഗോപി കൃത്യമായി പറഞ്ഞു, പിന്നെ എന്നോട് വീണ്ടും ചോദിക്കേണ്ട കാര്യം അല്ല. താങ്കൾ പറഞ്ഞാണ് SDP വോട്ട് വരെ വാങ്ങാൻ കഴിവുള്ളൂ. അപ്പോൾ SDP വോട്ട് തന്നാൽ വാങ്ങും BJP. അതിലൂടെ പതിത്തമില്ല അല്ലേ? SDP വോട്ടിലൂടെ പതിത്തമുണ്ടോ ജയസൂര്യന്? ഇല്ലല്ലോ. വാങ്ങും, ഒരു സംശയമില്ല, ഒരു സംശയമില്ല. പക്ഷെ എന്റെ ചോദ്യത്തിന് മറുപടി ഇല്ലല്ലോ. ഹാഷ്മി മറുപടി പറ. തുഞ്ചത്തെഴുത്തച്ഛന്റെ പ്രതിമ സ്ഥാപിക്കാൻ അനുവദിക്കാത്ത മലപ്പുറം പാകിസ്ഥാനല്ലേ? കേരളമാണ് പാകിസ്ഥാൻ. 1000 തവണ പറയും പാകിസ്ഥാനാണെന്ന്. കേരളമാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത്. താങ്കൾ പറയുന്നത് മലപ്പുറം കേരളത്തിനകത്താണ്. സാറേ, പാകിസ്ഥാനിൽ ജീവിക്കാൻ നാണമുണ്ടോ ജയസൂര്യ? പാകിസ്ഥാനിൽ ജീവിക്കാൻ അങ്ങേക്ക് നാണമുണ്ടോ? പാകിസ്ഥാനെ ശുദ്ധീകരിക്കും. പാകിസ്ഥാനിൽ ജീവിക്കാൻ അങ്ങേക്ക് നാണമുണ്ടോ ജയസൂര്യ? ഒരു നാണവും ഇല്ല. പാകിസ്ഥാനെ ശുദ്ധീകരിക്കും.
എന്നാ ഒരു കാര്യം പറയാം. എന്റെ സംസ്ഥാനത്തെ പറ്റി, എന്റെ സംസ്ഥാനത്തെ പറ്റി, എന്റെ രാജ്യത്തെ പറ്റി താങ്കൾ ഇരുന്ന് മര്യാദയോട് പറയരുത്. എന്റെ രാജ്യത്തെ പറ്റി താങ്കൾ ഇരുന്ന് മര്യാദയോട് പറയരുത്. എന്റെ രാജ്യം പാകിസ്ഥാൻ അല്ല, എന്റെ രാജ്യം ഇന്ത്യ. തുഞ്ചത്തച്ഛൻ അവിടെ നിൽക്കട്ടെ, എഴുത്തച്ഛൻ അവിടെ നിൽക്കട്ടെ. ജയസൂര്യ, എന്റെ രാജ്യത്തെ പറ്റി മര്യാദയോട് പറയരുത്. എന്റെ രാജ്യം ഇന്ത്യ, എന്റെ രാജ്യം, എന്റെ സംസ്ഥാനം ഇന്ത്യയിലാണ്, പാകിസ്ഥാൻ അല്ല. ജയസൂര്യനാ മര്യാദയോട് പറയുന്നത്. പച്ച മര്യാദയോട്, പച്ച നെറുകേട് പറഞ്ഞ ജയസൂര്യനാ. രാജ്യദ്രോഹം പറഞ്ഞ ജയസൂര്യനാ. വർഗീയ വിഷം ഇങ്ങനെ ചീറ്റാവോ? വർഗീയ വിഷം ഇങ്ങനെ ചീറ്റാവോ ഒരു മുതിർന്ന നേതാവ്? മറുപടിയില്ലാതെ വർഗീയ വിഷം ഇങ്ങനെ ചീറ്റാവോ ഒരു മുതിർന്ന നേതാവ്? നമ്മൾ ജീവിക്കുന്ന രാജ്യത്തെ പറ്റി മര്യാദയോട് പറയുന്നു. നിർത്തിക്കോ. എന്റെ രാജ്യം ഇന്ത്യയാണ്, പാകിസ്ഥാൻ അല്ല. പാകിസ്ഥാൻ ഉളുപ്പില്ലാതെ പറയുന്നു. പാകിസ്ഥാൻ ഉളുപ്പില്ലാതെ ആവർത്തിക്കുന്നു. നിങ്ങളാണ് മര്യാദക്കേട് പറയുന്നത്. അപ്പോ നിങ്ങൾ എന്താ തുഞ്ചത്തെഴുത്തച്ഛനെ കുറിച്ച് ചോദിച്ചപ്പോ മറുപടി രാമായണത്തെ കുറിച്ച്, തുഞ്ചത്തെഴുത്തച്ഛനെ കുറിച്ച്, മലയാളത്തെ കുറിച്ച് അതൊക്കെ സംസാരിക്കാതെ അതൊക്കെ നമുക്ക് ആവോളം ചർച്ച ചെയ്യാം. എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യാം. ആദ്യം താങ്കൾ പറയുന്ന ഈ മര്യാദകേട് വെളിവുകേട് നിർത്ത്. താങ്കൾ ഈ പറയുന്ന കേരളം പാകിസ്ഥാനാണ്, താങ്കൾ ഇന്ത്യ പാകിസ്ഥാനാണെന്ന് താങ്കൾ പറയുന്നത് അല്ലേ? SDP വോട്ട് വാങ്ങാൻ മടിയില്ലാത്ത ജയസൂര്യ, താങ്കൾ നിർത്ത്, ഈ വെളിവുകേട് നിർത്ത്. ഞാൻ കേരളത്തെ കുറിച്ചാണ് പറഞ്ഞത്. എന്ത് കേരളം ഇന്ത്യയിലല്ലേ? കേരളം ഇന്ത്യയിലല്ലേ? ഞാൻ കേരളത്തെ കുറിച്ചാണ്. ഇന്ത്യയിലെ ഒരു സംസ്ഥാനം പാകിസ്ഥാനാണെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ താങ്കൾ പറയുക. തികഞ്ഞ രാജ്യദ്രോഹം പറയുന്നത് താങ്കൾ. തികഞ്ഞ രാജ്യദ്രോഹം. PK നവാസ് ആവർത്തിക്കുകയാണ്. ഏതോ തുഞ്ചത്തെഴുത്തച്ഛന്റെ പ്രതിമ എന്ന് പറഞ്ഞിട്ട് കേരളം പാകിസ്ഥാൻ ആവർത്തിക്കുക. ഈ ജയസൂര്യൻ രാജ്യദ്രോഹം പറയുക, ആവർത്തിക്കുക. അനുവദിക്കാൻ കഴിയില്ല. ആവർത്തിക്കും. ജയസൂര്യൻ പാകിസ്ഥാൻകാരനാണ്. ഈ തുഞ്ചത്തെഴുത്തച്ഛന്റെ പ്രതിമ വെക്കാത്ത സ്ഥലത്ത് ജയസൂര്യൻ BJPയുടെ സംസ്ഥാന നേതാവ് എന്ന് പറയുക. ജയസൂര്യൻ പാകിസ്ഥാൻകാരാണെന്ന് പറയുക. താങ്കൾ പറയുന്ന വെളിവുകേടിന്റെ ആഴം താങ്കൾക്ക് ബോധ്യമുണ്ടോ? BJPയുടെ സംസ്ഥാന നേതാവേ, BJPയുടെ സംസ്ഥാന നേതാവേ, അങ്ങ് ജീവിക്കുന്നത് പാകിസ്ഥാനിലാണ് എന്ന് അങ്ങ് വന്നിട്ട് തുറന്നു പറയുക. മലപ്പുറത്തെ തുഞ്ചത്തെഴുത്തച്ഛന്റെ, മലപ്പുറത്തെ മണ്ണാങ്കട്ട. നവാസ്, അതെന്താ ഞാനത് തുറന്നു പറയുന്നതിന് കാരണമുണ്ടല്ലോ. ആ കാരണവും പറഞ്ഞല്ലോ. താങ്കൾ പറഞ്ഞൊരു കാരണമാണ് തുഞ്ചത്ത്. താങ്കൾ മര്യാദകേടിന്റെ പരമാവധി പറഞ്ഞിട്ട് അത് ആവർത്തിച്ചിട്ട് താങ്കൾ പറയുന്നതാണോ മലപ്പുറത്തെ എന്തോ മണ്ണാങ്കട്ട? മലപ്പുറത്തെ മണ്ണാങ്കട്ടയോ? നവാസ്, എന്താ മണപ്പുറത്ത് മണ്ണാങ്കട്ടയാണോ? തുഞ്ചത്തെഴുത്തച്ഛൻ മണ്ണാങ്കട്ടയാണോ? തുഞ്ചത്തെഴുത്തച്ഛൻ മണ്ണാങ്കട്ടയാണോ? ഈ തുഞ്ചത്തെഴുത്തച്ഛൻ എനിക്കറിയാം. താങ്കൾ പറഞ്ഞ വെളിവുകേടിനെ മറക്കാൻ എന്തെങ്കിലുമൊക്കെ പറയരുത്. താങ്കൾ പറഞ്ഞ രാജ്യദ്രോഹ ഭാഷയെ പറ്റി മറക്കാൻ എന്തെങ്കിലുമൊക്കെ പറയരുത്. ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന താങ്കൾ പറഞ്ഞ രാജ്യദ്രോഹത്തെ മറക്കാൻ എന്തെങ്കിലുമൊക്കെ വെളിവുകേട് പറയാമോ? ഭാഷയുടെ പിതാവായിട്ടുള്ള തുഞ്ചത്തെഴുത്തച്ഛനെ മണ്ണാങ്കട്ട എന്ന് ആഷ്മിക്ക് വിളിക്കാമെങ്കിൽ അങ്ങ് വളച്ചൊടിച്ച് ഒരു കുഴപ്പമില്ല. രാജ്യദ്രോഹിയല്ലേ? അങ്ങനെ വളച്ചൊടിച്ച് ഒരു കുഴപ്പമില്ല. ഇന്ത്യ പാകിസ്ഥാൻ താങ്കൾ രാജ്യദ്രോഹി. ഇന്ത്യ പാകിസ്ഥാൻ താങ്കൾ വിളിച്ചു. ഈ അതിന് സംസ്ഥാനത്തെ കേരളത്തിലെ പാകിസ്ഥാൻ താങ്കൾ ആവർത്തിക്കുന്നു. താങ്കൾ ആ രാജ്യദ്രോഹം പറയുന്നത് ഞാനല്ല. നവാസ്, മറുപടി. മലപ്പുറം എന്ത് മലപ്പുറം? താങ്കളാണ് രാജ്യദ്രോഹം പറയുന്നത്. താങ്കൾ എന്തുകൊണ്ടാണ് തുഞ്ചത്തെഴുത്തച്ഛനെ മണ്ണാങ്കട്ട എന്ന് വിളിച്ചത്? മണ്ണാങ്കട്ട എന്ന് വിളിക്കാമെങ്കിൽ, താങ്കൾക്ക് അഭിമാനിക്കാമെങ്കിൽ, എനിക്ക് ഈ വസ്തുത സത്യം പറയുന്നതിന് എന്താ കുഴപ്പം? അപ്പോൾ പാകിസ്ഥാനിലുള്ള എല്ലാ ഭീകരവാദികൾക്കും കേരളത്തിൽ പിന്തുണ കൊടുക്കുന്നു. ഇത്രമാത്രം വെളിവുകേട് പറഞ്ഞു തുഞ്ചത്തെഴുത്തച്ഛന്റെ പ്രതിമയാ പറയാനുള്ള ജയസൂര്യന്. അങ്ങയുടെ പാർട്ടി നിലപാടാണോ ജയസൂര്യ ഇത്? അങ്ങയുടെ പാർട്ടി നിലപാടാണോ? കേരളത്തിലെ രാജ്യത്തെ ഒരു സംസ്ഥാനം പാകിസ്ഥാനാണ് എന്ന് BJPയുടെ പാർട്ടി നിലപാടാണോ? അങ്ങ് ഇന്ത്യ അപമാനിക്കാൻ നിങ്ങൾ എന്റെ രാജ്യത്തെ നിങ്ങൾ അപമാനിക്കാൻ അപമാനിക്കരുത്. ഇനി നിങ്ങൾ അപമാനിച്ചേ. നവാസ് പറയൂ. എന്റെ രാജ്യത്തെ അപമാനിക്കരുത്. ഇനി എന്റെ രാജ്യത്തെ ജയസൂര്യ അപമാനിക്കരുത്. ഇനി നവാസ് പറയൂ. അജ്മൽ കസബിന് കബറടക്ക ശുശ്രൂഷ നടത്തിയത് എന്തൊക്കെയാണ് പറയുന്നത്? പാകിസ്ഥാനിലും ചെയ്തിട്ടുണ്ട്. പാകിസ്ഥാനിലും കേരളത്തിലും തീവ്രവാദികൾ കൊടുക്കുന്ന നിലപാടെടുക്കുമ്പോൾ കേരളം ജയസൂര്യ സാറേ ഒന്ന് ആലോചിക്കുക, ഒന്ന് മനസ്സിരുത്തി ആലോചിക്കുക. താങ്കൾ പറയുന്ന മര്യാദകളുടെ ആഴം ഒന്ന് മനസ്സിരുത്തി ആലോചിക്കുക. താങ്കൾ പറഞ്ഞ കേരളം പാകിസ്ഥാനാണെങ്കിൽ രാജ്യത്തെ ഒരു സംസ്ഥാനം പാകിസ്ഥാൻ എന്ന് പറയുകയാണ്. രാജ്യത്തെ അപമാനിക്കുകയാണ് BJPയുടെ നേതാവ്, സംസ്ഥാന നേതാവ്.
നവാസ്. BJP അല്ല അപമാനിച്ചത്, കേരളത്തിലെ LDF-ഉം UDF-ഉം ആണ് അപമാനിച്ചത്. ഉള്ള കേരളത്തിലെ ഈ ഉള്ള ഭീകരവാദി പ്രസ്ഥാനങ്ങൾക്ക് അനുവാദം കൊടുത്തവരാണ് കേരളത്തിലെ അപമാനിച്ചത്. പാകിസ്ഥാൻ വിളിച്ചിട്ട് അതുവഴി അതിനൊക്കെ രാജ്യത്തെ പിന്തുണ അപമാനിച്ചിട്ട് കൊടുക്കുന്ന ചാനലുകളാണ് എന്തൊക്കെ അപമാനിച്ചത്. പറയാണോ? എന്തെങ്കിലുമൊക്കെ മീഡിയയാണ് പറയാമോ? അപമാനിച്ചത്. എന്തെങ്കിലുമൊക്കെ താങ്കളെ പറയാമോ? പോലെയുള്ള ആങ്കർമാരാണ് അപമാനിച്ചത്. ശരി ശരി അതാണ് ആയിക്കോട്ടെ ഞാൻ ആയിക്കോട്ടെ പറഞ്ഞത്. ആയിക്കോട്ടെ 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 എന്തെങ്കിലും ജയസൂര്യൻ ഒന്നുമല്ല, ജയസൂര്യൻ വ്യക്തമായ തെളിവോടെയാണല്ലോ ഞാൻ ജയസൂര്യൻ പറഞ്ഞത്. മലപ്പുറത്തെ ഒരൊറ്റ വ്യക്തമായ ഓക്കെ ഓക്കെ തെളിവോടെയാണല്ലോ പറഞ്ഞത്. ശരി 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 എന്തെങ്കിലും ഒന്നുമല്ല. ശരി ശരി ശരി